ആരാധ്യയെയും അടൂർ പ്രകാശിനെയും അധിക്ഷേപിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ച ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പരാതി. കാരശ്ശേരി നോർത്ത് മേഖലാ സെക്രട്ടറി പുഷ്കിൻ സിഎമ്മിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഷാദ് വിറ്റി പരാതി നൽകിയത്. IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യം. എൻ്റെ പരനാറി സോണിയനോടും എൻ്റെ പരനാറി അടൂർ പ്രകാശിനോടും ഒക്കെയുള്ള ആൾക്കാരോട് പറയും, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ആളെ നിരന്തരം വീട്ടിലേക്ക് വിളിക്കുകയും നിരന്തരം കാണുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾക്കതിൽ പങ്കുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് നിന്റെ പരനാറി സോണിയനോടൊക്കെ ഒന്ന് ചോദിക്കും. മിഥില ബാലൻ ചേരുന്നു. മിഥില, കേസെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയോ? ആര്യ, നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം മുക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരശ്ശേരി കാരമൂല നാട്ടുകൂട്ടം എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരമൊരു ഓഡിയോ നമ്മളിപ്പോൾ കേട്ട ആ ഒരു ഓഡിയോ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് 2 ദിവസം മുൻപാണ് ഈ ഒരു ഓഡിയോ ഈ ഒരു ഗ്രൂപ്പിൽ വന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി. ഡിവൈഎഫ്ഐ കാരശ്ശേരി നോർത്ത് മേഖലാ സെക്രട്ടറി പുഷ്കിൻ സിഎമ്മിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ നമ്മൾ കേട്ടതാണ് ആ ഓഡിയോ. അതിൽ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളാക്കപ്പെട്ടവരുടെ വീടുകളിൽ നേതാക്കൾ പോകുന്നു. അത്തരം പോകുന്ന നേതാക്കൾക്ക് ഇതിൽ ഏതെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരനാറി എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പരനാറി എന്ന വാക്ക് ഉപയോഗിച്ചതിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ശരി, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.